ഹലോ, അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഞാൻ കുറച്ച് മൺചട്ടി മൺകലങ്ങളെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് പഴക്കിയെടുക്കാം. അതായത് നമ്മൾ ശരിക്കും നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നമ്മളെങ്ങനെ പഴക്കുന്നത് അതുപോലെ. അപ്പോൾ ഞാനിതൊരു വലിയൊരു ബക്കറ്റാണ് എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഇത് തലേദിവസം രാത്രി വൈകുന്നേരം ഫുള്ളും, അതായത് രാത്രി ഒരു നൈറ്റ് ഫുള്ളും നമുക്കിത് ഈ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. ഈ ഒരു ബക്കറ്റ് നിറയെ വെള്ളം ഒഴിച്ചിട്ട് ഈ വാങ്ങിയ ചട്ടികളും ഈ മൺകലവും എല്ലാം കൂടി ഇതിനകത്ത് കുതിർത്ത് വെച്ചിട്ട് നാളെ രാവിലെയാണ് ഞാനിതിനെ പഴക്കുന്ന ആ മെത്തേഡ് കാണിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. ഇതിനു മുമ്പ് ഞാൻ 2 പ്രാവശ്യം ഞാൻ വേറെ രീതിയിൽ പഴക്കിയെടുക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അത് ഒത്തിരി പേര് കണ്ടത് വളരെ സന്തോഷമുണ്ട്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ എങ്ങനെ ഈ മൺചട്ടി മൺകലങ്ങളും നല്ല രീതിയിൽ പഴക്കിയെടുക്കാമെന്നുള്ളത് ഒന്ന് കാണാം. അതിന് നമുക്ക് ഇന്നിപ്പോൾ ഇത് ഫുള്ളും ഇത് കുതിർത്ത് വയ്ക്കാം. ഈ വലിയ ബക്കറ്റ് എടുത്തത് ഞാൻ കുറച്ചധികം മൺചട്ടിയും കലങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിറയെ ഈ ബക്കറ്റിൽ വെള്ളം, നമ്മൾ ഈ വെള്ളം നിറച്ച് വയ്ക്കുന്നത് ഇതിനകത്ത് ഈ മൺചട്ടിയുടെ ഇടയിൽ ഓരോ സുഷിരങ്ങളുണ്ട്, കാണാൻ പറ്റാത്ത സുഷിരങ്ങളുണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം വെള്ളം നിറച്ച് കുതിർന്നിരിക്കുമ്പോൾ അത് നല്ല സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ്. ഞാനിത് ഇന്നലെ ഒരു രാത്രി ഫുള്ളും വെള്ളത്തിൽ കുതിർത്ത് ഒരു ബക്കറ്റിൽ നിറയെ വെള്ളം വെച്ചിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന കലവും മൺചട്ടികളുമാണ്. ഇതെല്ലാം ഇന്നിപ്പോൾ ഞാൻ രാവിലെ എടുത്തിട്ടുണ്ടത്. ഇത് എങ്ങനെ നമുക്ക് നോൺ സ്റ്റിക്ക് പോലെ മയക്കിയെടുക്കാം, അതായത് പഴക്കിയെടുക്കുകയും മയക്കിയെടുക്കുക, അങ്ങനെ ഓരോരോ സ്ഥലത്ത് ഓരോ രീതിയാണല്ലോ. ഞാൻ പഴക്കിയെടുക്കുന്നതെന്നും മയക്കിയെടുക്കുന്നതെന്നൊക്കെ പറയുന്ന അവരവരുടെ രീതിയിൽ എടുക്കാം ഇതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് പല രീതിയിൽ ഇതിനു മുമ്പ് ഞാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വേറെ രീതിയിലാണ് മയക്കിയെടുക്കുന്നത്. അതും ഒരുപാട് പേര് കണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്ത വീഡിയോ ആണ്. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് ഇത് മറ്റൊരു രീതിയിലാണ്. ഇതിൽ ഞാൻ കുറച്ച് കടലമാവാണ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞതിൽ ഞാൻ കടലമാവല്ല, വേറെ രീതിയിലാണ്. അതും വളരെ നല്ല ഒരു റിസൾട്ടാണ്. നമുക്ക് മൺചട്ടി ഒരുപാട് നാൾ കേടുകൂടാതെയും, പിന്നെ തറ വീണ പൊട്ടിപ്പോവും. എനിക്ക് മൺചട്ടികളോട് പ്രത്യേക ഒരു ഇഷ്ടമാണ്. മൺചട്ടി, മൺകലം, വട്ടി, കുട്ട, അങ്ങനത്തെ നാടൻ പാത്രങ്ങൾ ഉള്ളതെല്ലാം അതൊക്കെയാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്തോറും ഇഷ്ടം, എനിക്ക് കണ്ടാൽ ഇഷ്ടപ്പെടുന്നത് ഞാൻ അപ്പോഴേ വാങ്ങും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണിത്. ഇതൊക്കെ ചെറിയ ബൗളുകൾ നമുക്ക് പിന്നെ ഇത് നമ്മുടെ ടേബിളിൻ്റെ പുറത്ത് സെർവ് ചെയ്യാനായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു 3-4 ബൗളുകളുണ്ട്. പിന്നെ ഒരു മൺകലം, 3-4 ചട്ടി, ഇതെല്ലാം വെള്ളത്തിൽ കുതിർത്തത്. ഇതിന് ശരിക്കും സുഷിരങ്ങളൊക്കെ നന്നായിട്ട് അടയാനും നല്ല വെയിറ്റൊക്കെയുള്ള നല്ല ചട്ടിയാണിത്. നല്ല സ്ട്രോങ് ആവും, ചട്ടിയൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും. ഇനി ഇത് നമുക്ക് ഈ കടലമാവിൽ തേച്ച് കഴുകി ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. അതിനുശേഷം അടുത്തത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് അടുത്ത കാണിക്കുക. ഇത് ഫസ്റ്റ് നമുക്ക് ഓരോ കലവും ചട്ടിയായിട്ട് നമുക്ക് നമ്മുടെ പൈപ്പിൻ്റെ മൂട്ടിലോ ബക്കറ്റിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് ഞാൻ ചകിരിയാണ് എടുക്കുന്നത്. സ്റ്റീൽ വൂൾ മീൻസ് സ്റ്റീൽ സ്ക്രബ്ബർ ഉണ്ടല്ലോ, അങ്ങനെയുള്ളത്, കമ്പി പോലുള്ളതൊന്നും വെച്ച് ഉരച്ച് ഇത് കേടായിപ്പോവും, പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുകൊണ്ട് ഞാൻ ചകിരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പണ്ടേ ഇങ്ങനെയാണല്ലോ, ചകിരി ചാമ്പൽ വെച്ചിട്ടാണല്ലോ. പിന്നെ അതുപോലെ ഇതെല്ലാം തേച്ച് കഴുകുന്നത്. പിന്നെ ഇതിൽ സോപ്പ് പൊടിയോ ഒന്നും നമ്മൾ ഉപയോഗിച്ചതിന് ശേഷവും, ഇപ്പോൾ കറിയൊക്കെ വെച്ചതിന് ശേഷവും നമുക്ക് സോപ്പ് പൊടി അങ്ങനെയൊന്നും ഇതിലോട്ട് ഉപയോഗിക്കരുത്. നമ്മളിത് കല്ലൊക്കെ അടുപ്പിൽ വെച്ച് തിളയ്ക്കുന്ന സമയത്ത് ഇതിനകത്ത് നമ്മൾ കാണാത്ത സുഷിരങ്ങളുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് ഈ സോപ്പ് പതയെല്ലാം അതിനകത്തോട്ട് അബ്സോർബായിരിക്കും. നമ്മൾ ഇത് കറിയൊക്കെ വെച്ച് തിളയ്ക്കുന്ന സമയത്ത് അത് കറിയിലേക്ക് ഇറങ്ങി വരും, ശരീരത്തിന് കേടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ആദ്യം ഞാൻ ഈ മൺകലവും മൺചട്ടിയും ഒന്ന് ഈ കടലമാവിൽ നിന്ന് തേച്ചെടുക്കാം.
ഫസ്റ്റ് ചെറിയ ചെറിയ പാത്രങ്ങൾ തേക്കാം. ഇതൊക്കെ നമുക്ക് തേച്ച് വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഇതൊന്ന് തേച്ച് വെച്ചിട്ട് ഒരുപാട് നമ്മൾ ഈ ബൗളുകളൊന്നും നമുക്ക് മയക്കി എടുത്ത് അങ്ങനെ വെള്ളം വെച്ച് തിളപ്പിച്ചൊന്നും എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ബൗൾ നമുക്ക് ഇങ്ങനെ തേച്ച് വെച്ചിട്ട് എണ്ണയും തേച്ച് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുത്താൽ മാത്രം മതി നമുക്ക് സെർവ് ചെയ്യാനായിട്ട്. പക്ഷേ മൺചട്ടി മൺകലമല്ല, നമ്മൾ 2-3 പ്രാവശ്യം ഇതുപോലെ തേച്ചിട്ട് ഫസ്റ്റ് ഇത് കടലമാവ് നന്നായിട്ട് തേച്ച് നമുക്ക് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. കടലമാവ് ഒരു രീതിയിൽ നമുക്ക് ശരീരത്തിന് ദോഷം ചെയ്യുന്നതല്ല. അതുപോലെ തന്നെ ഉപ്പുപൊടി, കടലമാവിന് പോലെ ഉപ്പുപൊടിയോ ചാമ്പലോ എന്ത് വേണോ ഉപയോഗിക്കാം. ഇത് 3 ഏതെങ്കിലും ഉപയോഗിക്കാം. എല്ലാ ഭാഗവും നന്നായിട്ട് തേച്ചിട്ട് ലാസ്റ്റ് കഴുകിയെടുക്കാം. എനിക്ക് ചട്ടി ചെറിയ ചെറിയ ചട്ടികളും എല്ലാം ഒരു കളക്ഷൻ തന്നെയുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ മറ്റൊരു ദിവസം കാണിക്കാം. ചട്ടിയും അങ്ങനെയുള്ള കുറേ പാത്രങ്ങളൊക്കെ ശരിക്കും എനിക്കതൊരു ക്രൈസാണ്. നമുക്ക് മെച്ചപ്പെട്ട കറികളൊക്കെ വയ്ക്കാനും, തോരൻ, മീൻ കറി, സാമ്പാർ, അവിയൽ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ടേബിളിൻ്റെ പുറത്ത് സെർവിങ് ബൗളായിട്ട് ഇത് ഉപയോഗിക്കാം. കുട്ടിക്കലം, ഇത് ഈ കലം നമുക്ക് മോര് കറിയൊക്കെ വെച്ച് ടേബിളിൻ്റെ പുറത്ത് വയ്ക്കാം. കുഞ്ഞുകലം. ചട്ടിയിൽ എപ്പോഴെപ്പോഴും പൊട്ടി പോകുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് കാരണം എപ്പോഴും ഉപയോഗിക്കുന്നതല്ലേ, എപ്പോഴും നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് മിക്കവാറും പൊട്ടിപ്പോകാറുണ്ട്. അതുകൊണ്ട് നേരത്തെ വാങ്ങി കുറേ സൂക്ഷിച്ച് വയ്ക്കും. ഇതിൻ്റെ 4 റൗണ്ട് സൈഡും ഇത് നമുക്ക് മഴക്കെടുക്കണം. ചെറിയ മൺചട്ടി നമുക്കിത് തോരൻ വയ്ക്കാനോ മെഴുക്ക് വരട്ടാനോ എല്ലാത്തിനും എടുക്കാം. മീൻ പൊരിക്കാൻ വരെ എടുക്കാം. ഞാൻ ഇതിന് വാങ്ങി വെച്ച് ഇതുപോലെ മൺചട്ടി, ഫ്രൈ പാൻ്റെ മോഡലുള്ള മൺചട്ടി ഞാൻ മീനോ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ എടുക്കാറുണ്ട്. അടിപൊളി ഒരു ചട്ടി. നമുക്ക് നന്നായിട്ട് തേച്ചിട്ട് ഇതിൻ്റെ പിടിയും ഈ 2 സൈഡും പിടിയുള്ളത് കൊണ്ടാണ് എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയത്. കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. അപ്പോൾ നിലത്ത് സ്പോട്ടിൽ പൊട്ടും, അത്രയ്ക്കും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. മണ്ണിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും. നമ്മൾ ഇതൊന്നും ചെയ്യാതെ വെറുതെ നമ്മൾ അപ്പോൾ തന്നെ വാങ്ങി ജസ്റ്റ് വെള്ളം വെച്ചൊന്ന് കഴുകിയാൽ ഉപയോഗിച്ചാൽ ഒരു മണ്ണിൻ്റെ സ്മെല്ല് നമ്മുടെ കറിയിലെല്ലാം വരും. അപ്പോൾ അത് കുറേ നാൾ കഴിഞ്ഞാലേ അതിൻ്റെ സ്മെല്ലൊക്കെ മാറുള്ളൂ. ഇങ്ങനെ ചെയ്യാതെ പണ്ട് നാട്ടുമ്പുറങ്ങളിൽ അമ്മമാരൊക്കെ നമുക്ക് ഇങ്ങനെ ചട്ടി മയക്കിയെടുക്കുന്നത് ഈ ചെറു ചൂട് കഞ്ഞിവെള്ളം നിറയെ ഒഴിച്ചങ്ങ് വെച്ചിട്ട് ചിലപ്പോൾ തിളപ്പിച്ചെടുക്കും. അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഒരു 1-2 ദിവസം ചേർത്ത് കഞ്ഞിവെള്ളം വെച്ച് വാരി തിളപ്പിച്ചിട്ട് വാർത്തെടുക്കുന്ന വെള്ളം ഇതൊക്കെ നല്ല
ശരിക്കും നല്ല ഫ്രൈ പാനിൽ നമുക്കിത് നന്നായിട്ട് മയക്കിയെടുത്താൽ അപ്പം വരെ ഉണ്ടാക്കാം. അത്രയ്ക്ക് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗമുള്ളതാണിത്. ഈ ശേഷമെല്ലാം കഴുകിയെടുക്കാം. നന്നായിട്ട് കഴുകിയെടുക്കാം. ഇത് ഓരോ ചട്ടികളായിട്ട് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. കടലമാവ് വെച്ച് തേച്ച് കഴുകിയപ്പോൾ തന്നെ ശരിക്കും അത് നല്ല ക്ലീനായി. വെയിലത്ത് ഒരു കഴുകിയതെല്ലാം നമുക്ക് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കണം. ഈ വെള്ളമെല്ലാം പോയതിന് ശേഷം വെള്ളമെല്ലാം പോയിട്ടാണ് എണ്ണ തേച്ചത്. അത് വെളിച്ചെണ്ണയോ നമ്മുടെ കയ്യിൽ എന്ത് എണ്ണയാണോ ഉള്ളത്, വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണയാണ് കൂടുതലും നല്ലത്. നല്ലെണ്ണയോ തേച്ചിട്ട് വെയിലത്ത് വെച്ച് ഈ വെള്ളം പോകുന്ന രീതിയിൽ ഒന്ന് ഉണക്കിയെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ കടലമാവ് വെച്ച് കഴുകിയപ്പോൾ തന്നെ നല്ല മയക്കിയെടുക്കുന്ന പോലെ തന്നെ വൃത്തിയായിട്ടുണ്ട്. ഇനി 1-2 സ്റ്റെപ്പ് കൂടി ഉണ്ട് ഇത് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട്. അതിൽ നിന്നൊരു നമുക്ക് 1 by 1 ആയിട്ട് തന്നെ അത് റെഡിയാക്കി എടുക്കാം. കുഞ്ഞു ചട്ടികളൊക്കെ എനിക്ക് ഭയങ്കര ക്രൈസാണ് ഇതെല്ലാം. ഇതുപോലെ എല്ലാ ചട്ടിയും നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. ചട്ടിയെല്ലാം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ സൈഡും വൃത്തിയായിട്ട് കഴുകി ഇനി ഇത് നമുക്ക് ഒന്ന് വെയിലത്ത് വയ്ക്കാം. ഇപ്പോൾ തന്നെ നല്ല ഷൈനിങ് ഉണ്ട് ചട്ടികളെല്ലാം. ഇനി ഇതിനോടൊപ്പം ഭയങ്കര വലിയ കലമുണ്ട്, അതും ഇതുപോലെ തന്നെ കഴുകിയെടുത്ത് നമുക്കിതുപോലെ തന്നെ വെയിലത്ത് വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു മൺകലം കൂടി അതുപോലെ തന്നെ തേച്ച്, ഇതൊരു 1.5 കിലോ അരിയൊക്കെ വേവുന്ന ഒരു കലമാണ്. നമുക്ക് ചോറ് വയ്ക്കാനെടുക്കാം, കഞ്ഞി വയ്ക്കാനോ ചോറ് വയ്ക്കാനോ. അല്ലെങ്കിൽ ഇതിൽ നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് വെള്ളം ചൂട് സമയത്ത് വെള്ളം നിറച്ച് വെച്ചാൽ നമുക്കത് കൂടുതൽ 1 മണിക്കൂർ കഴിയുമ്പോൾ നല്ല ഫ്രിഡ്ജിൽ വെള്ളം വെച്ചതിനേക്കാളും നല്ല ടേസ്റ്റാണ്. ഈ കലവും കൂടി നമുക്ക് നന്നായിട്ട് കഴുകി വെയിലത്ത് വയ്ക്കാം. കലത്തിൽ നിന്ന് നനച്ചിട്ടുള്ള അഴുക്കെല്ലാം പോയി. പിന്നെ നമ്മൾ ചകിരി ഉപയോഗിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം. നമ്മൾ നാടൻ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അതേ മെത്തേഡ് തന്നെ ഉപയോഗിച്ചാൽ നമുക്ക് വളരെ നല്ലതാണ്. നന്നായിട്ട് കഴുകിയെടുക്കും. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഗ്ലൈസിങ് ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഈ കടലമാവിൻ്റെ ഒരു ഉപയോഗം. അത് നല്ല ഒരു
ശരിക്കും ഇതിപ്പം നമ്മൾ നാട്ടിലും ഫേഷ്യൽ ചെയ്യുന്നത് ഉപയോഗിക്കും. കടലമാവും തൈര് ഉപയോഗിച്ച് ഒരു നല്ലൊരു ക്ലെൻസിങ് ഒരു സംഭവമാണ് കടലമാവ്. അതുപോലെ തന്നെ നമുക്ക് പാത്രത്തിലും അത്രയും നല്ല എഫക്റ്റീവാണ്. ഇനി നമുക്ക് വെയിലത്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഒരു മൺകലം തേച്ച് വരുന്ന ടൈമിൽ തന്നെ നമ്മുടെ ചട്ടികളെല്ലാം നല്ല വെയിൽ കൊണ്ട് ഉണങ്ങിയിട്ടുണ്ട്. അത്രയ്ക്കാണ് ഇപ്പോഴത്തെ വെയിലിൻ്റെ ചൂട്. എല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ ഇവിടെ വെച്ച് തന്നെ കുറച്ച് വെളിച്ചെണ്ണ എല്ലാത്തിലും നന്നായിട്ട് അകത്തും പുറത്തും നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ചിട്ട് ഒന്നും കൂടി ഈ വെയിൽ കൊള്ളിക്കാം. ശരിക്കും അത് എല്ലാത്തിലും അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടിയെല്ലാം നന്നായിട്ട് ഇപ്പോൾ നമ്മൾ ഡൈനിങ് ടേബിൾ വയ്ക്കുന്ന ഈ ബൗളുകൾ ഈ ഒരു വെളിച്ചെണ്ണയോടുകൂടി തന്നെ മതിയാക്കാം. നമുക്ക് അതിൻ്റെ വേറെ ഇനി അതൊന്നും വെള്ളത്തിൽ വെച്ച് തിളപ്പിക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഇങ്ങനെ തന്നെ മയക്കിയെടുക്കാം. ഇത് നമുക്ക് അടുപ്പിൽ വയ്ക്കുന്നതായതുകൊണ്ട് വീണ്ടും നമുക്ക് അടുപ്പിൽ വെച്ച് വേറെ വെള്ളം തേയിലയൊക്കെ ഇട്ട് തിളപ്പിക്കേണ്ടതായിട്ടുണ്ട്. നന്നായിട്ട് എണ്ണ അകത്തും പുറത്തും സൈഡിനൊക്കെ ആയിട്ട് എണ്ണ തേച്ച് പുരട്ടി വയ്ക്കാം. എല്ലാ ചട്ടിയും ഇതുപോലെ നല്ല പോളിഷായിരിക്കുന്ന. ഇനി നമുക്ക് ഇത് ഒന്ന് ഉണങ്ങിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടി കടലമാവ് തേച്ച് ഇതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം പിന്നെ അടുത്ത ഒരു സ്റ്റെപ്പ് കൂടിയുണ്ട്. ഇതിനു മുമ്പ് ചെയ്ത 2 മെത്തേഡും ഇതിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യുന്നതാണ്. ഇത് വളരെ ചട്ടി പൊട്ടിയില്ല എന്നുണ്ടെങ്കിൽ നല്ല നമുക്ക് എല്ലാ രീതിയിലും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ തന്നെ ചട്ടിയുടെ അകം നല്ല പോളിഷായിട്ടിരിക്കും. ഇപ്പോൾ ഞാനെല്ലാം നന്നായിട്ട് എണ്ണ തേച്ച് നല്ല ഇനി ഇതും ഒരു അരമണിക്കൂർ നല്ല വെയിൽ കൊള്ളിക്കണം. എല്ലാ മൺചട്ടിയും ചെറിയ സെർവിങ് ബൗളും എല്ലാം എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. നല്ല വെയിലത്ത് വെച്ചാണ് തേച്ചത്. ഇനി ഇത് നമുക്ക് ഈ സെർവിങ് ബൗളുകൾ ഈ എണ്ണ പിടിച്ചതിന് ശേഷം ഒന്ന് കടലമാവ് വെച്ച് കഴുകിയിട്ട് ഉപയോഗിക്കാം. ഈ മൺചട്ടിക്ക് ഇനി ഒരു സ്റ്റെപ്പ് മെത്തേഡ് കൂടെ ഉണ്ട്, അതുകൂടി നമുക്ക് കാണിക്കാം. അപ്പോഴേക്കും എൻ്റെ മൺകലം കഴുകി വെച്ചത് ഒന്ന് ഉണങ്ങി വരും. അതിനും ലാസ്റ്റ് ഇതുപോലെ എണ്ണ പുരട്ടി വെയിലത്ത് വെച്ച് ഒന്ന് എണ്ണ മൊത്തത്തിലൊന്ന് തേച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഓക്കെ, അടുത്തത് ഇതൊന്ന് ഉണങ്ങട്ടെ. എൻ്റെ ഈ 4 ബൗളുകളും ഇപ്പോൾ ഞാൻ നല്ല സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ശരിക്കും നമുക്ക് ഇത് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. ഇതിനി ഒന്നും ഇതിലുള്ള അടയാളമാണ് ഇതൊക്കെ. ഇതിലുള്ള അവർ ചൂളയിൽ വെച്ച് അവർ ഇത് മേടിച്ചെടുക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ഈ ചെറിയ ബൗളുകളെല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യേണ്ട, ഇത് നമുക്കിങ്ങനെ തന്നെ കഴുകിയിട്ട് ഉപയോഗിക്കാം. നമ്മൾ 2 പ്രാവശ്യം കടലമാവ് വെച്ച് കഴുകിയെടുത്ത് പിന്നെ ഉണക്കി പിന്നെ അത് 2 പ്രാവശ്യം എണ്ണ തേച്ച് ഉണക്കിയെടുത്താണ്. ഇനി ഇത് കഴിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇനി മൺചട്ടി നമ്മൾ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ചട്ടി നമുക്ക് ഇനി അത് കുറച്ചുകൂടി ഒന്ന് ചെറിയ പണി കൂടെ ഉണ്ട്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മുടെ മൺകലം ഞാൻ അടുപ്പിൽ വെച്ചിട്ട് അത് 2 പ്രാവശ്യം കടലമാവ് വെച്ച് തേച്ച് വൃത്തിയാക്കി. ഓരോ പ്രാവശ്യം കടലമാവ് വെച്ച് തേച്ചതിന് ശേഷം വെളിച്ചെണ്ണ തേച്ച് വെയിലത്ത് വെച്ച് ഉണക്കി, വീണ്ടും കടലമാവ് തേച്ച് വെളിച്ചെണ്ണ തേച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷമാണ് ഇത് കലം നിറച്ച് വെള്ളം വെച്ചിട്ട് തിളപ്പിക്കുന്നത്. താനെന്ന് വരുമ്പോൾ നമുക്ക് കുറച്ച് തേയില ഇട്ട് കൊടുക്കാം. ഏകദേശം ഒന്ന് വറ്റി ഒരു പകുതി വരെയെങ്കിലും ഒന്ന് വറ്റി വരണം. ഇതിപ്പോൾ നമ്മൾ വിറകടുപ്പിലാണ്. ഇനി എൻ്റെ ചെറിയ ചട്ടികളും കൂടെ ഉണ്ട്, അതും ഇതുപോലെ നമുക്ക് വെള്ളം വെച്ച്
അടുപ്പിൽ വെച്ച് തിളപ്പിച്ചിട്ട് നമുക്ക് പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. പിന്നെ വെള്ളം വെച്ച് തിളപ്പിച്ച് നമുക്ക് പിന്നെ തേച്ച് കഴുകിയെടുക്കും. അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാം. കനലിലിങ്ങനെ വിറക് വെച്ച് വേവിക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ എല്ലാ ചട്ടിയും ഒരുമിച്ച് നമുക്ക് ഇതുപോലെ 1 by 1 ആയിട്ട് എടുക്കുമ്പോൾ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ട് ഒരു ചെറിയ ചട്ടികളൊക്കെ ഗ്യാസിൽ വെച്ച് ഇതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇനി നമ്മുടെ മൺചട്ടി നമുക്ക് ഈ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ വെളിയിലുള്ള അടുക്കളയിൽ ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിലേക്ക് ഓരോ ചട്ടിയായിട്ട് വെച്ച് തിളപ്പിച്ചെടുക്കുക. ഓരോ മൺചട്ടിയും ഇത് വെള്ളം അനന്ന് വരുമ്പോൾ നമുക്ക് തേയില ഇടാം. തേയിലയിട്ട് തിളച്ച് ഏകദേശം 3/4 ഭാഗം വരെ വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പം ഞാൻ ഈ മൺചട്ടിയിൽ വെച്ചേക്കുന്ന വെള്ളം ഇപ്പോൾ നന്നായിട്ട് അനന്ന് വന്നിട്ടുണ്ട്, ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഓരോ സ്പൂൺ തേയില ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ പഴയ തേയില കളയാൻ വെച്ച് ഉള്ളതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഒരുപാടൊന്നും ഓരോ സ്പൂൺ മതി. തേയില ഇട്ടില്ലെങ്കിലും വെറുതെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചാലും മതി. അല്ലെങ്കിൽ പഴയ കാടിവെള്ളം ഉണ്ടെങ്കിലും പഴയ കാടിവെള്ളമോ കഞ്ഞിവെള്ളമോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ അത് നല്ല ചൂടായിട്ട് നമുക്കിങ്ങനെ ഒഴിച്ച് വെച്ച് ഒന്നുകൂടെ തിളപ്പിച്ച് കഴുകിയെടുക്കാം. അങ്ങനെയും ചെയ്യാം. ഇതൊന്ന് തിളച്ച് ഒരു പകുതി വറ്റി വരുമ്പോൾ നമുക്കിത് അടുപ്പ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഞാൻ വേറെ 2 ചട്ടി കൂടെ വെച്ചിട്ടുണ്ട്. അത് ഇറക്കി മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ചട്ടി കൂടെ വെച്ച് അതുപോലെ തന്നെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. പകുതി വറ്റിയാൽ മതി. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇനി ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. പിന്നെ ഇത് നമുക്ക് കഴുകി കളഞ്ഞതിന് ശേഷം എപ്പോഴാണ് നമ്മൾ ഈ ചട്ടി ഉപയോഗിക്കുന്നത് അതിന് മുമ്പ് ഒരു സവാളയോ അല്ലെങ്കിൽ കുറച്ച് ചിരകിയ തേങ്ങയോ എടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റി കളയുകയോ അല്ലെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ചിട്ടൊഴിച്ച് ഒന്ന് ചിക്കിയെടുത്ത് കളയുകയൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് സാധാരണ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാം. മൺകലത്തിലെ വെള്ളവും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേയില ഇടാം. ഒരു പകുതിയൊക്കെ വെള്ളം വറ്റിയാൽ മതി. പിന്നെ മൺചട്ടിയിൽ ഞാൻ നിറയെ വെള്ളം വെച്ചിട്ട് തേയില ഇട്ട് തിളപ്പിച്ചതാണ്. ഇപ്പോൾ ഏകദേശം ഇത്രയും വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തേച്ച് കഴുകിയെടുക്കാം. എല്ലാത്തിനും നിറച്ച് ഞാൻ ഫുള്ളും വെള്ളം വെച്ചതാണ്. ഇത്ര മതിയാവും. ഇത്രയും നന്നായിട്ട് തിളച്ച് ഇതുവരെ ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് ഏകദേശം 2 മണിക്കൂർ ഇങ്ങനെ തന്നെ വെച്ചിരുന്നു. ഇനി അത് നമുക്ക് നന്നായിട്ട് തേച്ച് കലത്തിലതും അതുപോലെ തന്നെയാണ്. ഇനി നമുക്ക് ഈ തേച്ച് കഴുകി വെച്ചതിന് ശേഷം പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമ്മൾ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് കുക്ക് ചെയ്യാൻ നമ്മൾ പാത്രം എടുക്കുമല്ലോ, ആ സമയത്ത് ജസ്റ്റ് ഒരു പകുതി സവാളയോ അല്ലെങ്കിൽ കുറച്ച് തേങ്ങയോ ഇട്ട് നന്നായിട്ട് വഴറ്റി എടുത്ത് അത് കളഞ്ഞതിന് ശേഷം കഴുകി നമുക്ക് പാത്രം ഉപയോഗിക്കാം. എന്നാൽ എൻ്റെ ഈ രീതിയിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കണേ. ഈ രീതിയിൽ മൺചട്ടി മയക്കിയെടുക്കാത്ത ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്താൽ വലിയ പാടൊന്നുമില്ല. ഇത്തിരി ഒരു 1-2 മണിക്കൂർ നമ്മൾ കുറച്ച് ഗ്യാപ്പിട്ട് ഇതൊന്ന് തണുത്ത് പിന്നെ എണ്ണ വെച്ച് തുടച്ച് പിന്നെ കഴുകി അങ്ങനെ കുറച്ച് സമയം എടുക്കും. എന്നാലും നമുക്ക് ചട്ടി പിറ്റേ ദിവസം കൊണ്ട് തന്നെ നമുക്കിത് നോൺ സ്റ്റിക്ക് പോലെ നമുക്കിതിന് അപ്പം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യാം. നല്ല രീതിയിൽ നമുക്ക് മയക്കി എടുക്കാം ഇങ്ങനെ ചെയ്താൽ. ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു. ഇതിലേക്ക് നമുക്ക് കടലമാവ് ചേർക്കേണ്ട, ജസ്റ്റ് ഇത് കഴുകി വൃത്തിയാക്കി എടുക്കാം.
കഴുകി ഇതിൽ കഴുകി ഉണക്കിയ ശേഷം വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി എണ്ണ തേക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല.